ദേശീയ ആരോഗ്യ മിഷന്റെ പ്രവർത്തനങ്ങളുടെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല. ഒരു കാര്യത്തിനും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്നില്ല. പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും സംസ്ഥാന ഗവൺമെന്റിനില്ല. കേന്ദ്രത്തിന് അത്തരം കണക്കുകളൊന്നും കൈമാറുന്നില്ല. അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ദില്ലിയിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ട്. പ്രാതൽ കഴിച്ചുകൊണ്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ ധനകാര്യമന്ത്രിക്ക് മുമ്പിൽ അവർ ഉന്നയിച്ചില്ല. കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ള വാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല. അപ്പൊ അതിനുള്ള കാരണം അങ്ങനെ ഒരു കുടിശ്ശിക എന്നുള്ളത് ഒരു കള്ളക്കഥ മാത്രമായിരുന്നു. ധനമന്ത്രിയെ കണ്ട് പിണറായി വിജയൻ പ്രാതൽ ചർച്ച നടത്തിയിട്ടും ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല അത് ശരിയായിരുന്നെങ്കിൽ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു. അത് അവർ അവതരിപ്പിക്കാൻ തയ്യാറായില്ല. അതിനർത്ഥം ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാലത്ത് ഈ കാലത്ത് സർക്കാർ നടത്തുന്ന പ്രചാരണം പച്ച നുണയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാപകമായ കേന്ദ്രവിരുദ്ധ പ്രചാരണം സിപിഎം നടത്തിക്കൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തോട് വിവേചനം കാണിക്കുന്നു, കേരളത്തിന് അർഹമായ കാര്യങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള വ്യാപകമായ കള്ളപ്രചരണമാണ്. പക്ഷേ ഈ പ്രചാരണമൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വസ്തുതാപരമായി അവതരിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വസ്തുതയില്ലാത്തതുകൊണ്ടാണ് ധനകാര്യമന്ത്രിയെയും കേന്ദ്രത്തിലെ മന്ത്രിമാരെയും കാണുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കാൻ സർക്കാരിന് സാധിക്കാത്തത്.